വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും കുഴൽപ്പണം പിടികൂടി. ജീവൻ പണയപ്പെടുത്തി എക്സൈസ് സംഘം വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കണക്കിൽപ്പെടാത്ത ലക്ഷങ്ങളുടെ കുഴൽപ്പണം വീണ്ടും പിടികൂടി. തമിഴ്നാട് ബസ്സിൽ കടത്താൻ ശ്രമിച്ച 16 ലക്ഷം രൂപയുമായി അന്യസംസ്ഥാന തൊഴിലാളിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലിൽ വലയിലായത്. പണം കടത്താൻ വിചിത്രമായ മാർഗമാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത്. പ്രത്യേക അറകൾ തുന്നിച്ചേർത്ത് ജാക്കറ്റ് ധരിച്ചാണ് ഇയാൾ തമിഴ്നാട് ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന പതിവ് വാഹന പരിശോധനയ്ക്കിടെ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ജാക്കറ്റിലെ രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിൽ 16 ലക്ഷം രൂപ കണ്ടെത്തിയത്. പിടിച്ചെടുത്ത പണവും കസ്റ്റഡിയിലെടുത്ത യുവാവിനെയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അഭിനന്ദനാർഹം എന്നാൽ സങ്കടകരം ഈ സേവന സാഹചര്യം. ലഹരിമരുന്നും അനധികൃത പണവും അതിർത്തി കടന്നെത്തുന്നത് തടയാൻ വേലന്താവളത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന കൃത്യനിഷ്ഠമായ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. എങ്കിലും അതീവ അപകടകരമായ സാഹചര്യങ്ങളിലാണ് ഇവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്യുന്നത് എന്നത് ആശങ്കയുണർത്തുന്നു. ലഹരി കുഴൽപ്പണ മാഫിയകൾ അമിതവേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന ഈ പാതയിൽ വാഹനങ്ങൾ നിർത്തിക്കാൻ ഒരു സ്പീഡ് ബ്രേക്കർ പോലുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥനും പാഞ്ഞുവരുന്ന വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് പരിശോധന നടത്തുന്നത്. നിരന്തരം വലിയ രീതിയിലുള്ള പണവും ലഹരി വസ്തുക്കളും പിടികൂടുന്ന ഈ ചെക്ക് പോസ്റ്റിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും സ്പീഡ് ബ്രേക്കറുകളും ഉടനടി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ശക്തമായ ആവശ്യം.